നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള LDF ഗവൺമെൻറ് 1000 ദിവസങ്ങൾ പിന്നിടുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ജനക്ഷേമ പദ്ധതികളുടെ പ്രാവർത്തികത, വിദ്യാഭ്യാസം, ആരോഗ്യം, ടൂറിസം മേഖലകളുടെ സമഗ്രമായ പദ്ധതികളുടെ ആസൂത്രണവും നടപ്പിലാക്കലും, ഇങ്ങനെ മറ്റൊരു സംസ്ഥാനത്തിനും കൈവരിക്കാൻ കഴിയാത്തത്ര വലിയ നേട്ടങ്ങളാണ് കഴിഞ്ഞ 1000 ദിവസങ്ങൾ കൊണ്ട് LDF സർക്കാരിന് കൈവരിക്കാൻ സാധിച്ചത്. ഇതോടനുബന്ധിച്ച് ഗൾഫ് പ്രവാസികൾക്കായി കഴിഞ്ഞ 1000 ദിവസങ്ങൾ കൊണ്ട് എന്തൊക്കെയാണ് കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയത്, പദ്ധതികൾ, സംരംഭങ്ങൾ, ശ്രമങ്ങൾ, ഇത് സംബന്ധിച്ച വിശദമായ വിശകലനമാണ് കടൽ കടന്നും കരുതൽ എന്ന ഈ പരിപാടിയിലുള്ളത്. ആദ്യം ഡോക്ടർ ആസാദ് മൂപ്പൻ, നോർക്ക റൂട്ട്സ് ഡയറക്ടർ, പുനരധിവാസം സംബന്ധിച്ച ലോ കേരള സഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. OV മുസ്തഫ, നോർക്ക റൂട്ട്സ് ഡയറക്ടർ. ഐസക് ജോൺ പട്ടാണിപ്പറമ്പിൽ, ഖലീസ് ടൈംസ് എഡിറ്റോറിയൽ ഡയറക്ടർ, ലോ കേരള സഭ അംഗം. മഹാദേവൻ, ഇൻകാസ് UAE പ്രസിഡന്റ്, ലോക കേരള സഭ അംഗം. YA റഹീം, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മുൻ പ്രസിഡന്റ്, ലോക കേരള സഭ അംഗം. ഇബ്രാഹിം എളയറ്റിൽ, KMCC UAE ജനറൽ സെക്രട്ടറി, ലോക കേരള സഭ അംഗം. കൊച്ചുകൃഷ്ണൻ, പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ. ആദ്യമായിട്ട് 1000 ദിവസം പൂർത്തിയാക്കിയ കേരള ഗവൺമെൻറ്റിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളും അതിൻ്റെ സംരംഭങ്ങളും സംബന്ധിച്ച് ഇതിൻ്റെ ഭാഗമായുള്ള ഗൾഫ് പ്രവാസികൾക്ക് ഈ 1000 ദിവസങ്ങൾ കൊണ്ട് ഈ ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. ശ്രീ OV മുസ്തഫ, കഴിഞ്ഞ 1000 ദിവസങ്ങൾക്കുള്ളിൽ ഇന്നത്തെ കേരള സർക്കാർ ഗൾഫ് പ്രവാസികളുടെ കാര്യത്തിൽ ചെയ്തിട്ടുള്ള ചില കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം ഇവിടെ ഉണ്ടായിട്ടുള്ളത് സ്വാതന്ത്ര്യ പ്രവർത്തനങ്ങളാണ്. ഈ വർഷം തന്നെ സർക്കാർ വകയിരുത്തിയത് 15 കോടി രൂപയാണ് സ്വാതന്ത്ര്യത്തിന്. അതിൽ 97.67% ഈ ഫെബ്രുവരി മാസം 10 ചിലവാക്കി കഴിഞ്ഞു. അതായത് 97.67, 14 കോടി 65 രൂപ. അതിന് പുറമെ സർക്കാർ ഈ സ്വാതന്ത്ര്യം ഇനിയും ആവശ്യമുണ്ടെന്ന് കണ്ടതുകൊണ്ടും ഡിമാൻഡുകൾ വന്നതുകൊണ്ടും വേറൊരു 10 കോടി രൂപ കൂടി ഇതിലേക്ക് വകവരുത്തുകയും അതിനുള്ള ആ സംഖ്യ കൂടി ആവശ്യക്കാർക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഐസക്, ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഏറ്റവും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എനിക്ക് തോന്നിയ ഏറ്റവും സമൂലമായിട്ടുള്ള പ്രവാസികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക കാര്യം ലോക കേരള സഭ എന്ന ഒരു പ്രസ്ഥാനമാണ്. 1 വർഷമായി ലോക കേരള സഭ ഉണ്ടാക്കിയിട്ട്. ഈ ഗവൺമെൻറ് വരുമ്പോൾ പ്രവാസികളുടെ പെൻഷൻ 1000 രൂപയായിരുന്നു ഇവിടെ നിലവിലുള്ള പ്രവാസി. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നാട്ടിൽ കയറി പോയിട്ടുള്ളവർക്ക് 500 ആയിരുന്നു. ഇപ്പം അത് ആദ്യത്തെ ബഡ്ജറ്റ് തന്നെ ഈ ഗവൺമെൻറ് ഏകീകരിച്ചുകൊണ്ട് 2000 ആക്കി. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഇവിടെ വന്ന് 2016 സെപ്റ്റംബറിൽ ബഹുമാനായ മുഖ്യമന്ത്രി ക്ഷണിക്കുകയും അതുപോലെ 2017 സെപ്റ്റംബർ മാസം 27-ാം തീയതി ഹിസ് ഹൈനസ് തിരുവനന്തപുരത്തെത്തുകയും വളരെ ഊഷ്മളമായ ഒരു സ്വീകരണം അദ്ദേഹം CM-ഉം അതുപോലെ തന്നെ മന്ത്രിമാരുമെല്ലാം അദ്ദേഹത്തെ എയർപോർട്ടിലെത്തി സ്വീകരിക്കാനും നല്ല നിലയിലുള്ള ഊഷ്മളമായൊരു സ്വീകരണം കൊടുക്കാൻ കഴിഞ്ഞത് ഈ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി ഞാൻ കാണുക. Not only the Kerala's people, not only the Indian people, but any others, same cases, no crimes, but maybe problem of some deaths or quarrel or something. They are all released this morning. അതൊരു ചരിത്ര ദിനമായിരുന്നു.
പ്രവാസി ഇന്ത്യക്കാർക്കായി ഒരു സംസ്ഥാനത്തിന് എന്ത് ചെയ്യാനാകും എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഷാർജ ഭരണാധികാരി ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമിയുടെ ഈ പ്രഖ്യാപനം കേരളത്തിന് മാത്രമല്ല ഇന്ത്യക്കാകെ ആശ്വാസമേകുന്നതായിരുന്നു. ഷാർജയിൽ ജയിലുകളിൽ കഴിഞ്ഞിരുന്ന മലയാളികൾ ഉൾപ്പെടെ 149 തടവുകാരെ വിട്ടയച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭ്യർത്ഥനയെ തുടർന്ന് തടവുകാരെ വിട്ടയക്കുമെന്ന് കേരളത്തിൽ പ്രഖ്യാപിച്ച ഷെയ്ഖ് സുൽത്താൻ തിരിച്ചെത്തിയ ഉടൻ തന്നെ ഉത്തരവ് നടപ്പിലാക്കിയത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ സുവർണ അധ്യായമായി. കേരള സന്ദർശനത്തിനെത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മലയാളികൾ ഉൾപ്പെടെ ഷാർജ ജയിലിൽ കഴിയുന്നവരുടെ കാര്യം ഷാർജ ഭരണാധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കേരളവും ഷാർജയുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ ക്ഷണം സ്വീകരിച്ചാണ് ഷാർജ ഭരണാധികാരി ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസിമി കേരളത്തിലെത്തിയത്. ഷാർജയും കേരളവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് മുഖ്യമന്ത്രിയും ഷാർജ ഭരണാധികാരിയും പ്രത്യേക ചർച്ച നടത്തി. രാജ്ഭവനിൽ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരും ഷാർജ സർക്കാർ പ്രതിനിധികളുമായി വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടത്തി. ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ഷാർജ ഭരണാധികാരിക്ക് കാലിക്കറ്റ് സർവകലാശാലയുടെ ബിരുദം നൽകി ആദരിച്ചു. കാലിക്കറ്റ് സർവകലാശാല സ്ഥാപിക്കുവാൻ പോകുന്ന എക്സലൻസ് സെന്റർ ഫോർ അറബിക് സ്റ്റഡീസിന് അദ്ദേഹം പിന്തുണ വാഗ്ദാനം ചെയ്തു. ഇതിന്റെ ഉദ്ഘാടനത്തിനായി കേരളത്തിലെത്തുമെന്നും അദ്ദേഹം അറിയിച്ചു. ഷാർജയിൽ കേരള സാംസ്കാരിക കേന്ദ്രം സ്ഥാപിക്കുക, മലയാളികൾക്ക് കുടുംബനഗരം സ്ഥാപിക്കുക, അന്തർദേശീയ സ്കൂൾ, എഞ്ചിനീയറിംഗ് കോളേജ്, മെഡിക്കൽ സ്കൂൾ എന്നിവ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സമുച്ചയം സ്ഥാപിക്കുക എന്നീ 3 പദ്ധതികൾ ഷാർജ ഭരണാധികാരിയുമായുള്ള ചർച്ചയിൽ ഉയർന്നുവന്നു. പദ്ധതിക്ക് പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്ത സുൽത്താൻ ഇവ സമയബന്ധിതമായി നടപ്പാക്കാൻ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്നും അറിയിച്ചു. കേരള ഗവൺമെന്റ് ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം 2018 കേരളത്തിൽ ലോക കേരള സഭ എന്ന പേരിലുള്ള ലോകസഭ ചേരുകയും 2 ദിവസത്തെ നീണ്ടുതന്ന ചർച്ച, അതിൽ മന്ത്രിമാരും MP-മാരും MLA-മാരും ഒക്കെ ഗ്രൂപ്പ് തിരിച്ച് ചർച്ചയ്ക്ക് നേതൃത്വം കൊടുത്ത് വലിയ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രവാസികൾ. ദേശത്ത് തൊഴിൽ തേടുന്നവരെയും നിലവിൽ തൊഴിൽ ചെയ്യുന്നവരെയും മടങ്ങിയെത്തിയവരെയും സഹായിക്കുന്ന കേരള സർക്കാർ സ്ഥാപനമാണ് നോർക്ക റൂട്ട്സ്. പ്രവാസി മലയാളികളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക, അവകാശങ്ങൾ പരിരക്ഷിക്കുക, മറുനാട്ടിൽ നിന്ന് മടങ്ങിയെത്തിയവരെ പുനരധിവസിപ്പിക്കുക, കേരളത്തിൽ മൂലധന നിക്ഷേപം നടത്തുന്നതിന് സജ്ജരാക്കുക, വിവിധ സാധ്യതകൾ വിലയിരുത്തി ആനുകൂല്യങ്ങൾ നേടുന്നതിന് പ്രവാസി മലയാളികളെ സഹായിക്കുക തുടങ്ങിയവയാണ് നോർക്ക റൂട്ട്സിന്റെ. നമുക്ക് ഓഡിയൻസിലേക്ക് പോവാം. ഈ 1000 ദിവസങ്ങൾ ശരിക്കും വിജയദിനങ്ങൾ തന്നെയാണ്. നമുക്ക് എണ്ണി പറയാവുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രവാസികൾക്ക് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. എതിരാളികൾ പോലും അത് നിസ്സംശയം അത് പറയാൻ പറ്റും. പക്ഷേ അത് എനിക്ക് പറയാനുള്ളത്, ഞാൻ ഏറ്റവും താഴേക്കിടയിലുള്ളവരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. ഈ 5% വരുന്ന അല്ലെങ്കിൽ 10% വരുന്ന വ്യവസായികളെയല്ല. ഈ പദ്ധതികളെല്ലാം കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കുളിര് കോരുന്ന വാഗ്ദാനങ്ങളാണ്. അതെങ്ങനെ താഴേക്കിടയിൽ എത്തിക്കും, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഈ ഗവൺമെൻറ് ചെയ്ത എല്ലാ നല്ല കാര്യങ്ങളും ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ ഇവർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അവർക്കൊരു അവയർനെസ് കൊടുക്കാനും ഇപ്പോഴും നമുക്ക് സാധിച്ചിട്ടില്ല. ഇത് ഏറ്റവും ചെറിയ ജോലി ചെയ്യുന്ന പ്രവാസികൾ എന്നുള്ളതിൽ മാത്രമല്ല, ഏറ്റവും ഒരു മിഡിൽ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്കും ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ഇല്ല. ലോക കേരള സഭ ഭാവിയിലെ പ്രവാസികൾക്ക് നേരിട്ട് അവരുടെ പ്രശ്നങ്ങൾ സംവദിക്കാനുള്ള ഒരു വേദിയായി മാറും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഈ ഗവൺമെൻറ്റിൻ്റെ വിജയമായി കാണാനാണ് ഞങ്ങളെപ്പോലെയുള്ളവർ ആഗ്രഹിക്കുന്നത്. അടുത്തത് ഒരു ക്ലബ്ബ് പോലെയോ അല്ലെങ്കിൽ ഒരു അസോസിയേഷൻ പോലെയോ നോർക്ക ഇവിടെ എവിടെയെങ്കിലും രജിസ്റ്റർ ചെയ്ത് നോർക്ക പ്രഖ്യാപിച്ചിട്ടുള്ള സംവിധാനങ്ങൾ പൊതുജനത്തിന് ലഭിക്കാൻ ഇന്ന സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാവുന്ന ഒരു അഡ്രസ്സ് ഉണ്ടാവുകയും അവിടെ ഇടത് വലത് അല്ലെങ്കിൽ ഒരു 3-ാം കക്ഷിയുടെ ആളുകൾ തരംതിരിക്കാതെ പൊതുജനത്തിന് ആ വാഗ്ദാനം ചെയ്ത സംവിധാനങ്ങൾ ലഭിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ. നമുക്കൊരു കേന്ദ്രമന്ത്രി UPA കാലത്ത് വയലാരവി ഉണ്ടായിരുന്നു. അതുപോലെ ശ്രീ AK ആൻ്റണി മുഖ്യമന്ത്രിയായ സമയത്ത് ശ്രീ MM ഹസൻ പ്രവാസികാര്യ മന്ത്രിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ KC ജോസഫ് പ്രവാസികാര്യ മന്ത്രിയായിരുന്നു. അന്നൊന്നും ഒരു വകുപ്പ് മാത്രമേ ഉള്ളൂ, പ്രവാസികൾക്ക് യാതൊരു ഗുണവും ഉണ്ടായിട്ടില്ല. ശ്രീമാൻ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് പരിഹരിക്കാൻ അദ്ദേഹം മുൻപന്തിയിൽ തന്നെ ഉണ്ട്. അതിലേറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ 2019 ബഡ്ജറ്റ് അവതരണത്തിൽ
മൃതദേഹം നാട്ടിലെത്തിക്കാൻ നോർക്ക വഴി സഹായം നൽകുമെന്നുള്ളത്. നോർക്ക റൂട്ട്സിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം എല്ലാവരിലേക്കും എത്തിപ്പെടണമെന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിനാൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ ഇമിഗ്രേഷൻ ചെക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ നോർക്ക റൂട്ട്സിൻ്റെ മെമ്പർഷിപ്പ് എടുക്കുവാനുള്ള ഒരു ഫെസിലിറ്റി അവിടെ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ നോർക്ക റൂട്ട്സിൻ്റെ ഫെസിലിറ്റി എല്ലാവരിലേക്കും എത്തുകയും അവർക്ക് എല്ലാവർക്കും ഈ ക്ഷേമനിധിയിൽ അംഗമാകാനും അതുപോലെ നോർക്ക റൂട്ട്സിൻ്റെ ക്ലാസ്സുകളും ലെറ്റേഴ്സുകളും അറിവുകളും എല്ലാം അവർക്ക് പകർന്നു കൊടുക്കാനും കഴിയുമെന്നുള്ളത് വലിയൊരു അനുഗ്രഹമായിരിക്കും. അത് എയർപോർട്ടിലൂടെ നടപ്പിലാക്കി കഴിഞ്ഞാൽ എല്ലാവരിലും എത്തിപ്പെടും. ഇവിടെ ദുബായിൽ മലയാളികൾക്ക് ഒരു ആസ്ഥാനം ഉണ്ടാക്കുവാൻ വേണ്ടി ഈ ഗവൺമെൻറ് തീരുമാനിച്ചു. അതിനു വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യുന്നതിന് ഈ ഗവൺമെൻറ് അഭിനന്ദിക്കാൻ മാത്രം ഞാൻ ഈ അവസരം ഉപയോഗിക്കും. നോർക്ക റൂട്ട്സ് എന്നും പ്രവാസികൾക്കൊപ്പം. പ്രവാസ ജീവിതത്തിന് ശേഷം നാട്ടിൽ മടങ്ങിയെത്തുന്ന മലയാളികൾക്കായി കേരള സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പാക്കുന്ന പ്രവാസി പുനരധിവാസ പദ്ധതിയാണ് നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺ എമിഗ്രൻസ്. പ്രവാസികളുടെ പുനരധിവാസം സർക്കാരിന്റെ ഉത്തരവാദിത്തമായി കണ്ട് തിരിച്ചെത്തുന്ന പ്രവാസികൾക്ക് വിദഗ്ധ പരിശീലനവും സാമ്പത്തിക സഹായവും നൽകുന്ന വിപുലമായ പദ്ധതിയാണ് ND പ്രേം. ജീവിതം ഇങ്ങനെ വഴിമുട്ടിക്കുന്ന സമയത്താണ് നോർക്ക എന്നെ സഹായത്തിനെത്തിയത്. ഇതാണ് എൻ്റെ ജീവിതമാർഗം, ഏകമാർഗം ഇതാണ്. എന്നെ സഹായിച്ചത് നോർക്കയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക്, സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, സിൻഡിക്കേറ്റ് ബാങ്ക്, കേരള സംസ്ഥാന പിന്നോക്ക വികസന കോർപ്പറേഷൻ ലിമിറ്റഡ്, പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ, കേരള സംസ്ഥാന പ്രവാസി ക്ഷേമ വികസന സഹകരണ സംഘം, കേരള സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമീണ വികസന ബാങ്ക് എന്നീ സ്ഥാപനങ്ങളിലൂടെ വായ്പ അനുവദിക്കുന്നു. മറ്റു ബാങ്കുകളെ പദ്ധതിയുടെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങൾ അന്തിമഘട്ടത്തിൽ. ഗൾഫിൽ നിന്ന് തിരികെ നാട്ടിലേക്ക് എത്തുന്നവർക്ക് അതൊരു വലിയ സമസ്യയായിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ നിലനിൽക്കുകയാണ്. ആ എത്തുന്ന പലരും പാവപ്പെട്ടവരാണ്. കാരണം അത്രയൊന്നും 40 വർഷം പോലും ജോലി ചെയ്തിട്ട് ഒന്നും ലഭിക്കാതെ പോകുന്ന പ്രവാസികളാണ് 60%. അപ്പം ഇത്തരം ആളുകൾക്ക്, ഇത്തരം പ്രവാസികൾക്ക് എന്താണ് നോർക്ക ചെയ്തത് എന്നതിനെക്കുറിച്ച് ഡോക്ടർ ആസാദ് ബപ്പൻ. ഈ കഴിഞ്ഞൊരു 3 വർഷം കൊണ്ട് വലിയൊരു മാറ്റം, അതായത് ഒരു പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത് കാണുന്ന ഒരു സ്ഥിതിവിശേഷം നോർക്കയിൽ വന്നിട്ടുണ്ട്. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ള ഒരു ആമുഖം എന്ന നിലയിൽ. മുഖ്യമന്ത്രി തന്നെ നയിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം ഞങ്ങളെപ്പോലെയുള്ള കുറേ ഡയറക്ടേഴ്സ് പണ്ടും നോർക്കയിൽ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഈ മീറ്റിങ്ങിലൊക്കെ പങ്കെടുത്ത് അഭിപ്രായമൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നു കഴിഞ്ഞാൽ ഇതവിടെ നടക്കൂലേ എന്നുള്ള കാര്യം നോക്കാനോ അത് ശ്രദ്ധിക്കാനോ ഫോളോ അപ്പ് ചെയ്യാനോ ഒന്നും കാര്യമായിട്ടുള്ള സംവിധാനം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ എന്നെ സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, അതായിരുന്നു പൊതുവേയുള്ള ഒരു സിറ്റുവേഷൻ. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. പ്രധാനമായിട്ടുള്ള അതിൻ്റെ കാരണം ഒരു റെസിഡൻറ്റ് ആയിട്ട് അവിടെ തന്നെയുള്ളൊരു വൈസ് ചെയർമാൻ വന്നിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്ന്, ഈ പറഞ്ഞപ്പോൾ ഈ പുനരധിവാസത്തെക്കുറിച്ച് പറഞ്ഞതിൽ ഈ ND പ്രേം എന്ന് പറഞ്ഞ ഒരു പരിപാടിയിൽ ഒരുപാട് പേർക്ക് ഞാൻ അതിൻ്റെ നമ്പർ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു എൻറിച്ചിങ് ദ എൻ്റർപ്രൈനേഴ്സ് എന്നുള്ള നിലയിലാണ് ഈ ND പ്രേം പദ്ധതി തുടങ്ങിയത്. അതിൽ ഒരു സ്ക്രീനിങ്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് ബെനിഫിഷ്യറീസ് 715 ബെനിഫിഷ്യറീസിനെ കഴിഞ്ഞ കൊല്ലം തിരഞ്ഞെടുക്കുകയും അവർക്ക് 12.3 കോടി രൂപ കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് സാധാരണ അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിലൊന്നും നടക്കാത്തതാണ്. ഇതിൽ 15% ക്യാപിറ്റൽ സബ്സിഡിയാണ്. അതേപോലെ തന്നെ 3% ഇൻട്രസ്റ്റ് സബ്സിഡി ഉണ്ട്. ഏകദേശം ഒരാൾക്ക് 10-15 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. വളരെ നല്ല രീതിയിൽ ഈ ഒരു പരിപാടി നടത്താൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ വളരെ ഭംഗിയായിട്ട് എല്ലാ GCC കൺട്രീസിൻ്റെയും സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ നടത്താൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞൊരു കാര്യം, ഈ ഒരു എമർജൻസി ആംബുലൻസ് സർവീസ് അടുത്താണ് തുടങ്ങിയത്. അതിൻ്റെ ഒരു 4 എയർപോർട്ട്സിലും ഈ ഒരു സർവീസ് കൊണ്ടുവന്നതിൽ 93 പേർക്ക് ഈ ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് അതിൻ്റെ ഒരു സർവീസ് ആൾക്കാർ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഒരു ഏകദേശം ഒരു വിവരം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ പറഞ്ഞ
ഒരു റിക്രൂട്ട്മെൻറ്റ് ഓഫ് നഴ്സസ് 971 പേരെ കഴിഞ്ഞ ഒരു 71 നഴ്സുമാരെ മാത്രം കഴിഞ്ഞ ഒരു വർഷം റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോർക്ക സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഓരോ നമ്പറൊക്കെ പറയുമ്പോൾ നമുക്ക് കുറേ ഒരു ഡീറ്റെയിൽസ് പറയാമെന്നുള്ളത് തോന്നും. പക്ഷേ ഞാനത് പറഞ്ഞത് എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നോർക്കയായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഏറ്റവും വലിയ ഒരു സംഭവം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമുക്കിത് ചർച്ച ചെയ്യാനുള്ളൊരു വേദി വന്നു എന്നുള്ളതാണ്. ലോക കേരള സഭ എന്നുള്ള ആ ഒരു ആശയം അത് മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ഉദിച്ച് അത് പ്രാവർത്തികമാക്കിയതാണ് നോർക്കയുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞാൻ കാണുന്നത്. നോർക്ക പ്രസൻസ് ഹിയർ എനിക്ക് തോന്നുന്നില്ല നമ്മളൊരു സർക്കാർ എന്ന നിലയ്ക്ക് ഇവിടെ പറ്റില്ല. ഇവിടെ ഒരു മലയാളി അസോസിയേഷൻ്റെ KMCC മാത്രമുള്ളത് കൊണ്ട് അവർക്ക് നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത്. അംഗീകൃത മലയാളി അസോസിയേഷൻ ഇല്ലാത്തതിൻ്റെ ഒരഭാവമാണ്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കേരള സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗം അല്ലാതെ ഒരു സംസ്ഥാന സർക്കാരിന് ഒരു വിദേശ രാജ്യത്ത് ആഫീസുകൾ തുടങ്ങി കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അടുത്തത് മഹാദേവൻ. നമ്മുടെ ഈ സർക്കാർ ആദ്യമായി അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രി തന്നെ ഈ NRI വകുപ്പ് ഏറ്റെടുത്തതിൽ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾ വെച്ച് പുലർത്തിയത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ വിദേശത്തുള്ള പ്രവാസികളായ ആൾക്കാരോടുള്ള ഒരുപക്ഷെ പ്രതിബദ്ധത കൂടിയായിരിക്കും അദ്ദേഹം ആ വകുപ്പ് ഏറ്റെടുത്തത് എന്നാണ് എന്നെപ്പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത്. ഗവൺമെൻറ് ഏറ്റെടുത്ത ലോക കേരള സഭ എന്ന ആശയം, ആ മിഷൻ കാലാകാലങ്ങളായി വരുന്ന ഗവൺമെൻറ്റുകളൊക്കെ നമ്മുടെ പ്രവാസികളായ ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു എങ്കിലും അത് നമുക്ക് കേൾക്കാനുള്ള ഒരു പൊതുവേദി സൃഷ്ടിച്ചത് ഈ ഗവൺമെൻറ്റാണ്. അതിൽ ആ ഗവൺമെൻറ്റിനെ നമ്മൾ തീർച്ചയായും അഭിനന്ദിച്ച് തന്നെ മതിയാവും. ആ കാര്യത്തിൽ സംശയമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് സത്യത്തിൽ മലയാളികളായ നിരവധി ആൾക്കാർ ഏതൊക്കെയോ രാജ്യങ്ങളിലുള്ളവർ അവർക്കൊക്കെ അവരുടെ പ്രശ്നങ്ങൾ ഒരു പ്രതലത്തിൽ ഒന്നിച്ചു ചേർന്ന് നിന്ന് സർക്കാരിലേക്ക് നേരിട്ടെത്തിക്കുവാൻ കഴിയുന്ന ഒരു സംവിധാനം എത്തിയത് അതിലൂടെയാണ്. ആദ്യമായി അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാവുകയാണ് വേണ്ടത്. എത്ര പെട്ടെന്ന് അത് പ്രവർത്തിച്ചു എന്ന് നമുക്കിപ്പോൾ റിസൾട്ട് എടുത്താൽ ചിലപ്പോൾ നമുക്കാർക്കും പറയാൻ കഴിയില്ല. ഇപ്പോൾ എടുത്താൽ എന്തൊക്കെ ചെയ്തു എന്ന് നേരിട്ട് ചോദിച്ചാൽ ഒന്നും പറയാൻ ചിലപ്പോൾ കഴിയില്ല. അതിന് ഈ കഴിഞ്ഞ ഒരു വർഷമായി ആ സമിതി നിലവിൽ വന്നിട്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ശ്രീ ഡോക്ടർ ആസാദ് മൂപ്പൻ അടക്കമുള്ളവരുള്ള സമിതിയാണ്. ഒട്ടേറെ പേർ അതിൻ്റെ ഉപസമിതികളിലുണ്ട്. അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളും അതിൻ്റെ ആശയരൂപീകരണവും അതിൻ്റെ അഭിപ്രായ രൂപീകരണവും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് നമ്മുടെ റീജിയണൽ സമ്മേളനം ഇപ്പോൾ ഇവിടെ വെച്ച് ദുബായിൽ വെച്ച് നടന്നത്. അതിൽ ഇതുവരെ രൂപീകരിച്ച അഭിപ്രായങ്ങളെക്കുറിച്ചും പുതുതായി ഗവൺമെൻറ് ചെയ്യാൻ പോകുന്ന പദ്ധതികളെക്കുറിച്ചുമുള്ള കൃത്യമായ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ടാവുകയുണ്ടായി. ആ അനൗൺസ്മെൻറ്റുകൾ 10ഓളം നിർദ്ദേശങ്ങളാണ് അതിൽ വന്നതെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. 10 നിർദ്ദേശങ്ങളാണ് വന്നത്. ആ നിർദ്ദേശങ്ങൾ കൃത്യമായി ഗവൺമെൻറ് നടപ്പിലാക്കിയാൽ അത് നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ച് ഒരു വലിയ നേട്ടം തന്നെയാണ്. ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അത് ഈ വന്ന നിർദ്ദേശങ്ങൾ അത് ഫയലിലുറങ്ങുന്ന പുഴുവായി മാറരുത്. അതിനെ കൃത്യമായി നമ്മൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നുകൊണ്ട് ഒരു സമയബന്ധിത പരിപാടി ഈ കഴിഞ്ഞ റീജിയണൽ മീറ്റിങ്ങിൽ ഉണ്ടായില്ല. ഈ പ്രഖ്യാപനങ്ങൾ സമയബന്ധിതമാക്കി നമ്മൾ മാറ്റേണ്ടതുണ്ട്. ഗവൺമെൻറ് നമുക്ക് പ്രഖ്യാപനങ്ങളുണ്ടായി, അതിനൊരു സമയബന്ധിതമായ ഒരു ക്രമം കൂടി ഉണ്ടാക്കണം എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പൊതുമാപ്പ് സമയത്ത് ഗവൺമെൻറ് ടിക്കറ്റ് ഇവിടെ പലർക്കും കൊടുത്ത് എല്ലാ സ്ഥലത്തും എത്തിയില്ല എന്നുള്ളൊരു പരാതി. അങ്ങനെയല്ല അതിൻ്റെ നിജസ്ഥിതി. ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പോരാത്ത അത് ക്ലോസ് ചെയ്തതിന് ശേഷം പിന്നും വേറൊരു ഫാമിലി വന്ന് 4 ടിക്കറ്റ് അവരെ കൃത്യമായിട്ട് അവരൊക്കെ ടിക്കറ്റ് കൊടുത്ത് കാട്ടി അയക്കുകയാണ് ചെയ്തത്. ഇതാണ് ഇതിലുണ്ടായിട്ടുള്ളത്. അത് KMCC സത്യത്തിൽ KMCC ത്രൂ തന്നെ 100 ടിക്കറ്റ് 150ഓളം ടിക്കറ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇവർ നോർക്ക ത്രൂ. അതിനെ ചെറുതാക്കിയാൽ കാണുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തലയോടലുകളൊക്കെ നടന്നുള്ളത്. ഇതിൽ ചോദിക്കാനുള്ളത് ഈ ടിക്കറ്റ് സ്പോൺസർ ചെയ്തിട്ടാണ് ഇത് നമ്മൾ കൊണ്ടുവരുന്നത്. 350 ടിക്കറ്റാണ്. ഒരു 2,10,000 ദിർഹമിൻ്റെ സംഭവമാണിത്. ഇതിൻ്റെ കൈരളി തന്നെ ഒരിക്കലും ഇവിടെ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ KMCC 2 ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിട്ടുണ്ട് ആംനസ്റ്റിയിൽ.
അന്നൊക്കെ ടിക്കറ്റ് ഇതുപോലെ തന്നെ ആളുകളെ തന്നെ ഒന്നായിട്ട് അങ്ങ് കൊണ്ടുപോയതാണ് അവർക്ക് ടിക്കറ്റ് എടുത്തിട്ട്. അപ്പോൾ ഇതിൽ അത് വലിയ ഒരു കുറ്റപ്പെടുത്തലല്ല ഉണ്ടായത്. പിന്നെ ഡെഡ് ബോഡിയുടെ കാര്യത്തിൽ ഇവിടെ സാസുന്ന ഒരാൾ പറഞ്ഞു, മൃതദേഹത്തിന്റെ കാര്യത്തിൽ ശരിയാണ്, ഈ 25 കോടി ഉറുപ്പ്യോളം കഴിഞ്ഞ ബജറ്റിൽ നീക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, ശരി തന്നെ. പക്ഷേ ഇതിലൊരു കാര്യമുണ്ട്, ഈ ഡെഡ് ബോഡിയുടെ കാര്യത്തിൽ കാലക്രമേണായിട്ട് ഞാൻ 40 വർഷമായ പ്രവാസിയാണ് ഞാൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ തൊഴിലുടമാണ് ഇത് പിന്നെ ഇദ്ദേഹത്തിന്റെ മൃതദേഹം എംബാമിങ്ങിനും ടിക്കറ്റ് കൊടുക്കേണ്ടതും ഒക്കെ. അദ്ദേഹം കൊടുക്കാത്തത് സന്നദ്ധ സംഘടനകൾ ത്രൂ കൗൺസിലേറ്റിൽ നിന്നും എംബസിയിൽ നിന്നും ടിക്കറ്റ് കൊടുക്കലുണ്ട്. ഇപ്പൊ കേരള ഗവൺമെന്റ് അത് മൊത്തത്തിൽ ഏറ്റെടുത്ത് വളരെ സന്തോഷമുണ്ട്. ഇത് നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവങ്ങളാണ്. ഇവിടെ ഒരു മൃതദേഹവും ഇതുപോലെ പൈസ ഇല്ലാത്ത പോലെ കയറ്റിയാക്കാതൊക്കെ ചെയ്തിട്ടില്ല, ഒക്കെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇപ്പൊ ഇത് നടപ്പിലാക്കിയിട്ടില്ല. ഇത് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുകയും കൂടെ പോകുന്ന ആൾക്ക് ഒരു ടിക്കറ്റ് കൂടി കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക്. പുതിയ ഗവൺമെന്റ് വന്നതിന് ശേഷം നമുക്ക് കാണാൻ കഴിഞ്ഞൊരു കാര്യം, ഇവിടെ ജീവിക്കുന്ന ആൾക്കാരുടെ ജീവിത രീതിയെക്കുറിച്ചും അവരുടെ ഒരു ദൈനംദിന എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്നും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ഗവൺമെന്റ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. മാനസിക സംഘർഷം ഒരുപാട് നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ആൾക്കാരുടെ ഇടയിൽ. അവരെ മാനസിക സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് തരം സ്റ്റെപ്പുകൾ എടുക്കാം, അവരെ കൂടുതൽ സന്തോഷവാന്മാരാക്കി ഈ നാട്ടിൽ നിർത്താൻ പറ്റുന്ന നടപടികൾ എങ്ങനെ എടുക്കാമെന്നുള്ള കാര്യം ചിന്തിക്കേണ്ട സമയം അതിക്രമിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. അതിൻ്റെ കൂടെ മെഡിക്കൽ പ്രോബ്ലം വരുമ്പോൾ ഡോക്ടർമാർക്കൊക്കെ ഇടപെടാം, നമുക്ക് ഫ്രീ ആയിട്ടോ അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടോ ഒക്കെ ചെയ്യാം. ഇത് നമ്മൾ ഒന്നിച്ച് നിന്ന് നോക്കി ആർക്കാണ് ഇതേമാതിരിയുള്ളത്, പലപ്പോഴും ഇത് സാമ്പത്തികമായിരിക്കും ചില മാനസിക പ്രശ്നങ്ങളുടെ കാര്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ ഏറ്റവും വലിയ കേരളത്തിൻ്റെ ശക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് ആണ് ആക്ച്വലി. ഇപ്പോൾ നാട്ടിലൊക്കെ വരുന്ന പല രോഗങ്ങൾക്കും ഇൻഷുറൻസ് ഒന്നും ഇല്ലെങ്കിലും ഇവിടെ നിന്നുള്ള ആൾക്കാർ സഹായിച്ചിട്ടൊരു അതേപോലെയുള്ള ഒരു ചുറ്റുഭാഗത്തുള്ള ആൾക്കാരുടെ ഒരു ഇൻഷുറൻസ്, കുടുംബമാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അവരുടെ ഇൻഷുറൻസ് ആണ് ശരിക്കും അവരെ സഹായിക്കുന്നത്. അതേപോലെ ഇവിടെ നമ്മളുടെ ഏതെങ്കിലും ഒരു സുഹൃത്തിനോ അല്ലെങ്കിൽ അറിയുന്ന ഒരാൾക്കോ ഒരു സാമ്പത്തിക പ്രശ്നമുണ്ട്, അത് സഹായിക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും കൂടി തീരുമാനിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരു 25,000 ദിർഹം കടമുണ്ട്, ഇപ്പോൾ വാടക കൊടുക്കാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ എപ്പോഴും കേൾക്കുന്ന ഒരു പ്രശ്നമാണ്. പലരും നമ്മളെയൊക്കെ സമീപിക്കാറുണ്ട്, അല്ലെങ്കിൽ ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോകാൻ പണമില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നാട്ടിൽ വളരെ ആവശ്യമുള്ള ഒരു സംഗതിയുണ്ട്. പലപ്പോഴും വരും, പറ്റുന്നതൊക്കെ പലരും സഹായിക്കുന്നുണ്ടാകാം. എങ്കിലും ഇവിടെയുള്ള നമ്മളിപ്പോൾ ഈ പറയുന്ന 1.5 ലക്ഷം 15 ലക്ഷം മലയാളികൾ ഒന്നിച്ചു കൂടിക്കഴിഞ്ഞാൽ അതിലൊരു 5 ലക്ഷം പേരെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ സഹായിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇത് നോർക്കയോ അല്ലെങ്കിൽ ഗവൺമെൻറ്റോ ആർക്കും തന്നെ ചിലപ്പോൾ അതിലൊന്നും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് നാം ചെയ്യണം അങ്ങനത്തെ കാര്യങ്ങൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2017 പിന്നെ നോർക്കയുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നോർക്ക കാർഡുകൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ അവിടെ നാട്ടിൽ പോയിട്ട് നോർക്ക ഓഫീസിൽ പോയി ഡിസ്കസ് ചെയ്തിരുന്നു. അതിനുശേഷം ഇവിടെ നമ്മളുടെ ഒരു സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായിക്കൊണ്ട് നോർക്ക കാർഡിലേക്ക് ആൾക്കാരെ ചേർക്കും. കാരണം നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു 2008 നോർക്ക തുടങ്ങിയെങ്കിലും ഏകദേശം 40,000-ൽ താഴെ അല്ലെങ്കിൽ 40,000-ന് അടുത്ത ആൾക്കാർ മാത്രമാണ് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഏകദേശം 35 ലക്ഷത്തോളം പ്രവാസികളുണ്ടെങ്കിലും അത്ര പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളതൊരു ക്യാമ്പയിനായിക്കൊണ്ട് നമ്മൾ നടത്താമെന്നുള്ള രീതിയിൽ നമ്മളുടെ അസോസിയേഷൻ പ്രവാസി ഇന്ത്യ എന്ന് പറയുന്ന നമ്മൾ അതിന് മുന്നിട്ടിറങ്ങുകയും നമ്മൾ ഏകദേശം ഒരു 10,000-15,000 പേരിലേക്കെങ്കിലും അവർക്കെങ്കിലും കാർഡ് എത്തിച്ചു കൊടുക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ നമ്മളെ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നടത്തി. പക്ഷേ നമുക്ക് കിട്ടിയ പ്രതികരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അഭൂതപൂർവ്വമായിട്ടുള്ളായിരുന്നു. കാരണം നമ്മൾക്കൊക്കെ താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായിക്കൊണ്ട് ഏകദേശം 70,000-ഓളം പേരാണ് നോർക്ക കാർഡിനോട് UAE എന്ന് മാത്രം. നമ്മൾ ഗവൺമെൻറ് പല പദ്ധതികളും കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ച് നമ്മൾ വളരെ നിസ്സാരമായിട്ടുള്ള കാര്യത്തിൽ 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജും പിന്നെ മരണാനന്തരം കിട്ടുന്ന എന്തെങ്കിലും സഹായങ്ങളും മാത്രം ആണ് അവർ നോർക്ക കാർഡിനെ പറ്റി ചോദിച്ചപ്പോൾ നമുക്ക് പറയാനുണ്ടായിരുന്നത്. ഇപ്പം ഇന്നിപ്പോൾ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ ഇത് ജനങ്ങളിലേക്ക് സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് വലിയൊരു വിഷയമാണ്. ഇപ്പോൾ ഗവൺമെൻറ് പലതും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാട്ട് വി ക്യാൻ ഡു ഫോർ അവർ പീപ്പിൾ ആൻഡ് വാട്ട് വി ക്യാൻ ഡു എന്നുള്ളതും കൂടി നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ ഈ പ്രവാസി തിരിച്ചറിയൽ കാർഡിൻ്റെ അത് ഇവിടെയുള്ള ഓരോരുത്തരും അത് പിന്നെ എടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് എന്നുള്ളത് എല്ലാ പ്രവാസികളും ആലോചിക്കേണ്ടതാണ്. നമ്മൾ ഈ ഒരു പിന്നെ ഇതിൻ്റെ ശരിക്കുള്ള പല ചെയ്യുന്ന കാര്യങ്ങളും ജനങ്ങളുടെ ഇടയിൽ എത്തുന്നില്ല. ഇപ്പോൾ പത്രത്തിലോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിലോ ഒക്കെ വരുന്നുണ്ടെങ്കിലും എത്തുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയൊക്കെ നമ്മൾ ഏറ്റെടുക്കണം. നമ്മളിത് എല്ലാം ഗവൺമെൻറ് ചെയ്യണം, ഇല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ചെയ്യണം, അല്ലെങ്കിൽ നോർക്ക ചെയ്യണം എന്ന് വിചാരിക്കാതെ നമ്മളൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് എന്ന് കരുതിക്കൊണ്ട്
ഈ തിരിച്ചറിയൽ കാർഡ് ഇപ്പോൾ UAE-യിലോ അല്ലെങ്കിൽ GCC-യിലുള്ള എല്ലാവർക്കും തന്നെ ആ തിരിച്ചറിയൽ കാർഡ് എത്തിക്കുക, അവരെ കൊണ്ട് അത് എടുപ്പിക്കുക എന്നുള്ളത് നമ്മളുടെ ഒരു ചുമതലയായിട്ട് നമ്മൾ ഓരോ സംഘടനയും ഓരോ വ്യക്തിയും ചെയ്യേണ്ടതാണ്. പിന്നെ ഈ പറഞ്ഞ ഒരു ഇപ്പോൾ തിരിച്ചു പോയിട്ടുള്ള പ്രവാസികളോ അല്ലെങ്കിൽ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പ്രവാസികളെയോ അവരുടെ എങ്ങനെയാണ് അവരെ ഉൾപ്പെടുത്താൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു പ്രോഗ്രാം ഇപ്പോൾ ഈ പറഞ്ഞ ലോക കേരള സഭ അംഗീകരിച്ച 10 പരിപാടികളിലൊന്ന് ഒരു നോർക്ക കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഓരോ പഞ്ചായത്തിലും തുടങ്ങുക എന്നുള്ളതാണ്. പഞ്ചായത്ത് തലത്തിൽ അവിടെയുള്ള തിരിച്ചുപോയ പ്രവാസികൾ അതിൻ്റെ മെമ്പർമാരായിക്കൊണ്ട് നോർക്ക കോഓപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങി ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരോ ഇവിടെ തന്നെയുള്ളവരോ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ആ പഞ്ചായത്തിന് പറ്റിയ അല്ലെങ്കിൽ ആ പ്രദേശത്തിന് പറ്റിയ എന്തെങ്കിലും ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ ചെറിയ വ്യവസായമോ ഒന്നുമല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസോ തുടങ്ങുവാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ നോർക്ക കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൂടി ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഇപ്പോൾ കേരള ബാങ്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ശക്തമായ രീതിയിൽ നമുക്കതിന് ക്യാപിറ്റൽ ഉണ്ടാക്കാനും അതുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്ത് ആ ഒരു പഞ്ചായത്തിൽ 1000 പഞ്ചായത്തിൽ നമ്മളുടെ ഈ NRIs-ന് 1000 സ്ഥാപനങ്ങൾ ഇതേപോലെ തുടങ്ങാൻ പറ്റും. അപ്പോൾ അത് തീർച്ചയായിട്ടും ആ ലോക്കൽ ആയിട്ട് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കൂടാതെ അവിടെയുള്ള നമ്മളുടെ തിരിച്ചുപോയ ആൾക്കാർക്കും ഇവിടെ നിന്ന് ഇനി തിരിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും നാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥലത്തിന് പറ്റിയ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള വലിയൊരു സാഹചര്യമാണ് ഒരുക്കുന്നത്. അത് ഈ 48 കാര്യങ്ങളാകെ സബ് കമ്മിറ്റികൾ ഈ 7 സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ സബ്മിറ്റ് ചെയ്തതിൽ നിന്ന് 10 കാര്യങ്ങളാണ് ഗവൺമെൻറ് തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കാമെന്ന് തീരുമാനിച്ചത്. കാരണം ഈ എല്ലാം കൂടി നോക്കിയിട്ട് കാര്യമില്ല. ആ 10 കാര്യങ്ങളുടെ ഫോളോ അപ്പ് ചെയ്യാന്നുള്ളത് ഇത് ഒരു നിയമസഭയിലെ രേഖകൾ പോലെ തന്നെ ആണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഈ 10 കാര്യങ്ങൾ അടുത്തൊരു വർഷം കഴിഞ്ഞാൽ ചെയ്തോ ഇല്ലയോ എന്ന് പരിശോധിക്കാനുള്ള ഒരു സംവിധാനവും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സ്റ്റെപ്പാണത്. അതിലൂടെ തിരിച്ചു പോകുന്ന ആൾക്കാർക്ക് ജോലിയും അവരുടെ പുനരധിവാസവും ഏറ്റവും നല്ല രീതിയിൽ നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ ചർച്ചയിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം വെച്ചാൽ നോർക്ക ചെയ്യുന്ന അല്ലെങ്കിൽ കേരള സർക്കാർ ചെയ്യുന്ന പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു നോർക്കയ്ക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഒന്ന് പത്രങ്ങളിൽ വരിക, റേഡിയോയിൽ വരിക, അത് അന്നത്തെ ആ സ്പ്ലാഷിൽ കഴിയും. നമ്മുടെ എയർപോർട്ടിൽ ഡിപ്പാർച്ചർ ലോഞ്ചിലുള്ള ടെലിവിഷൻ സ്ക്രീനുകളിൽ ഇതിൻ്റെ കാര്യങ്ങൾ സ്ഥിരമായിട്ട് കാണിച്ചു തുടങ്ങിയാൽ നല്ലൊരു പ്രചരണമായിരിക്കും. അത് വളരെ ഡോക്ടർ ആസാദ് ഉണ്ട്, നോർക്ക ഡയറക്ടറാണ്, ഞാനും നോർക്ക ഡയറക്ടറാണ്. ഞങ്ങൾ ഉറപ്പുവരുന്നു ഇത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും എന്താ ചെയ്യാൻ കഴിയാമെന്ന് നോക്കിയിട്ട്. സാധാരണ പുനരധിവാസത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടുന്ന് റിട്ടയർ ആയിട്ട് നാട്ടിൽ പോകുന്ന ആളുകളുടെ സെറ്റിൽമെൻറ്റിനെ കുറിച്ചാണ്. പക്ഷേ ഒരു കൺട്രി, ഒരു സംസ്ഥാനത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്ന നിലക്ക് അവിടെ നിന്ന് ഒരുപാട് ടാലൻറ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ്, ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് ഇവിടെ നിന്ന് ഉണ്ടാകുന്നുണ്ട്. നോർക്ക ഇങ്ങനെയുള്ള എക്സ്പീരിയൻസിനെ അറ്റസ്റ്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുകയും അത് ഏതേത് മേഖലകളിലാണോ അതിൻ്റെ ഒരു വെയിറ്റേജ് ആയിക്കൊണ്ട് അവിടെയുള്ള നിയമനങ്ങളിലോ ഇല്ലെങ്കിൽ നോർക്ക തുടങ്ങാൻ പോകുന്ന സംരംഭങ്ങളിലോ ഉൾപ്പെടുത്തുകയാണെങ്കിൽ പ്രവാസികൾക്ക് തിരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ക്വാളിഫൈഡ് ആൻഡ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിട്ട് അവിടെ അവർക്ക് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് നാട്ടിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും. ഇത് നാട്ടിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും. അല്ല, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശമാണ്. ഇത് ഈ പറഞ്ഞ 48 നിർദ്ദേശങ്ങളിൽ ഗവൺമെന്റിന് സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഈ 48 കാര്യങ്ങൾക്കും മുഖ്യമന്ത്രി ഇവിടുന്ന് ലോക കേരള സഭയിൽ മറുപടി പറഞ്ഞ കൂട്ടത്തിൽ ഇത് ചെയ്യാൻ വിഷമമില്ലല്ലോ, അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യം സമർപ്പിച്ചിട്ടുള്ളതാണ്. തിരിച്ചു പോകുമ്പോൾ ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ അതേപോലെയുള്ള സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഡിഗ്രി ഇല്ലാത്ത പക്ഷേ ഇവിടുത്തെ പ്രവർത്തന പരിചയമുള്ള ആൾക്കാർ തിരിച്ചു പോകുമ്പോൾ അവരുടെ ആ സ്കില്ല് സർട്ടിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നാട്ടിൽ ജോലി കിട്ടാനും അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങൾക്കും ഉപകാരപ്രദമാവുമെന്ന നിലയിൽ അതിനുള്ള സംവിധാനം ചെയ്യാമെന്നുള്ളതാണ് പൊതുവെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മറുപടി. ഇത് വീണ്ടും ഫോളോ അപ്പ് ചെയ്യാം. ഒരു അഭിപ്രായമുണ്ട്. അതായത് ഈ പുനരധിവാസം എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു വിഭാഗത്ത് നമ്മൾ കാണുന്നില്ല. ഇവിടുന്ന് പോകുന്ന സ്ത്രീകളും അമ്മമാരും കുട്ടികളും
അവരുടെ ഒരു പുനരധിവാസം, അതായത് ഹസ്ബൻഡ് ചിലപ്പോൾ ജോലി നഷ്ടപ്പെട്ടിട്ടായിരിക്കാം, അതല്ലെങ്കിൽ അവരുടെ സാലറി കുറഞ്ഞിട്ട് അവർക്ക് പോവേണ്ടി വരും, ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡ് കൂടെ പോവേണ്ടി വരും. അപ്പോൾ ഒരുപാട് കഴിവുള്ള വീട്ടമ്മമാരും ആണ് ഈ പോകുന്നത്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മൾ ജില്ലാ തലത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരു വലിയൊരു ഉപകാരമായിരിക്കും. നോർക്ക കോപ്പറേറ്റീവ് സൊസൈറ്റി അതിൽ തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് ഇതേപോലെ അതിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നിന്ന് ചെയ്യാൻ പറ്റും. ഡൽഹി കേരള ഹൗസിനോടനുബന്ധിച്ച് ഒരു റെസിഡൻസ് ഡയറക്ടർ കമ്മീഷണർ വെച്ചിട്ടുണ്ട്. അതേ രീതിയിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് തൊഴിലുടമ കൊടുക്കണം ഇൻഷുറൻസ്, അത് അവരെ ബാധ്യതപ്പെട്ടതാണ്. അത് കൊടുക്കുന്നുണ്ട് ചെറിയ പദ്ധതിയൊക്കെ ആക്കിയിട്ട്, ചെറിയ പ്രീമിയം ആക്കിയിട്ട്. മാസങ്ങളോളം ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാത്ത ആളുകൾക്ക് ഇവിടെ ലേബർ കോർട്ടിൽ സമീപിക്കുമ്പോൾ മാസങ്ങൾ എടുക്കുമ്പോൾ ഇദ്ദേഹത്തെ ക്യാൻസൽ ചെയ്ത് നാട്ടിലേക്ക് ചെയ്യുന്നത്. അപ്പൊ ഒരു റെസിഡൻസ് കമ്മീഷൻ ഉണ്ടായാൽ കേരള ഗവൺമെന്റ് മുൻകൈ എടുത്ത് വെക്കുകയാണെങ്കിൽ കുറെ കാര്യങ്ങൾ അതിൽ ചെയ്യാൻ കഴിയും. അല്ല ഇളയറ്റില്ലേ, ഇത് ഒരു പ്രാക്ടിക്കൽ അല്ല, നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഒരു വിദേശ രാജ്യത്ത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് അങ്ങനെ ഒരു ഇതുണ്ടാക്കാനോ എംബസി ഒന്നും റിക്രൂട്ട്മെന്റ് മേഖലയാണ്. നാട്ടിൽ നിന്ന് വലിയ വിവരമൊന്നും ഇല്ലാതെ കാര്യങ്ങൾ ഏതെങ്കിലും ഏജന്റിന്റെ അടുത്ത് പോയി ജോലി തേടുക, എന്നിട്ട് വഞ്ചിക്കപ്പെടുക, കബളിക്കപ്പെടുക, അത് ഇന്നും നടക്കുന്നുണ്ട്. വലുതല്ലെങ്കിലും ചെറിയ രൂപത്തിലെങ്കിലും നടക്കുന്നുണ്ട്. അതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതായിരുന്നു നോർക്കയുടെയും ഗവൺമെൻറ് മുമ്പിലുണ്ടായിരുന്നത്. അതിൻ്റെ ഭാഗം നിരക്കാണ് സൗദി ഗവൺമെൻറ്റുമായിട്ടും സൗദി ഹോസ്പിറ്റൽസ്, കുവൈറ്റിലെ ഹോസ്പിറ്റലുകൾ, അങ്ങനെ പല ഹോസ്പിറ്റലുകളുമായിട്ടും മറ്റ് സ്ഥാപനങ്ങളുമായിട്ടും ബന്ധമുണ്ടായത്. ഗവൺമെൻറ് തന്നെ ഗൾഫ് രാജ്യങ്ങളിലുള്ള പല വലിയ എംപ്ലോയേഴ്സിനെയും ഗവൺമെൻറ് ക്ഷണിച്ചുകൊണ്ട് കൊച്ചിയിൽ ഒരു കോൺഫറൻസ് ഡ്യൂ ആയിരുന്നു, 25 നടക്കേണ്ടതായിരുന്നു. പക്ഷെ അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എംപ്ലോയേഴ്സിൻ്റെ സൗകര്യം കണക്കിലെടുത്ത് അത് കുറച്ചുകൂടി ചിലപ്പോൾ മാർച്ചിലോ ഇനി നടക്കുള്ളൂ. അത് നടക്കുമ്പോൾ അതിൻ്റെ ഭാഗം നിരക്ക് ഇവിടുന്ന് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും യൂറോപ്പിൽ നിന്നും തന്നെ ഒരു 100-100ഓളം എംപ്ലോയേഴ്സ് അവരുടെ HR ഡിപ്പാർട്ട്മെൻറ്റ്സും ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷൻ ചെയ്യും. അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാനാണ് ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അങ്ങനെ വളരെ, കാരണം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പം നമ്മൾ ഒരു നെറ്റ് ഇമിഗ്രേഷനിൽ ഒരു നെറ്റ് ഡെഫിസിറ്റേ ഉള്ളൂ. സാധാരണയായിട്ട് നമ്മൾ പ്ലസ് ആൻഡ് മൈനസ് കൂട്ടി പോകുന്ന ആളും തിരിച്ച് വന്ന് നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് ആയിരിക്കും എപ്പോഴും ഇമിഗ്രേഷൻ. നമ്മളിപ്പോൾ ഒരു നെഗറ്റീവ് സൈഡിലേക്ക് കടന്നിരിക്കുക. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഭാവിക്കും കേരളത്തിൻ്റെ നന്മക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും ഇത് അത്യാവശ്യം. അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് നോർക്ക ലോക കേരള സഭാ സമ്മേളനത്തിൽ അന്ന് 1-ാം ദിവസം നടന്ന ചർച്ച. മെക്കിൻസിയുടെ വക്താവ് വന്നിട്ട് പുതിയ തൊഴിൽ സാധ്യതകളെ കുറിച്ചുള്ള ചർച്ച കൊടുക്കുക. ഇതിനെക്കുറിച്ച് ഗവൺമെന്റ് വളരെ ബോധവാന്മാരാണ്. അതിൽ ഐസക്കിനെ ഇതിനെക്കുറിച്ച് റിക്രൂട്ട്മെന്റ് മേഖലയിലെ കുറെ വർഷങ്ങളായിട്ട് മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളെന്ന നിലയിലെ ഇത് റിപ്പോർട്ട് ചെയ്തല്ലേ, അതിൽ അഴിമതിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായില്ലേ നേരിട്ട്? ഒരു ജേർണലിസ്റ്റിൻ്റെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ ഒരുപാട് ചൂഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് ഈ സർക്കാരിൻ്റെ ഇടപെടൽ മൂലം അല്ലെങ്കിൽ നോക്കുക ഇടപെടൽ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ട്രാൻസ്പെറൻസിയും അത് ചെയ്ത് അത് സ്ട്രീം ലൈൻ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ട് എനിക്ക് വേറൊരു കാര്യം ഞാൻ പറയാനുള്ളത്, ഈ സർക്കാരിൻ്റെ ഒരു നേട്ടം എനിക്ക് പ്രധാനമായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഈ പ്രവാസികളെക്കുറിച്ച് നമ്മളിപ്പോൾ റീഹാബിലിറ്റേഷനെ കുറിച്ച് സംസാരിക്കുമ്പോൾ റീഹാബിലിറ്റേഷനേക്കാൾ ഉപരിയായിട്ട് അവരിലൊരു നിക്ഷേപ സംസ്കാരം നടത്തുവാനായിട്ട് സർക്കാർ വലിയൊരു ലാൻഡ്മാർക്ക് ഇനിഷ്യേറ്റീവ് എടുത്തു. അത് കാരണം മിക്കവാറും ആൾക്കാർ ഇവിടെ നിന്ന് പോകുന്നത് നിർദ്ധരായിട്ടാണ് പോകുന്നത്. ബഹുഭൂരിപക്ഷം ആൾക്കാരും അവിടെ പോയി കഴിഞ്ഞാൽ അവരുടെ ജീവിതം വലിയ അവിടുത്തെ ആൾക്കാരെക്കാളല്ല. ഇപ്പം നമ്മൾ അവധിക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചിലവാക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടെയുള്ള ആൾക്കാർ ചിലവാക്കും. പക്ഷേ ഇവിടുന്ന് ജോലി അവസാനിപ്പിച്ച് പോകുന്ന ആൾക്കാരിൽ ഒരു 70% ആൾക്കാർക്കും പിന്നീടുള്ള കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് അവിടെ. അതുകൊണ്ടാണ് റീഹാബിലിറ്റേഷൻ കാര്യം പറയുന്നത്. പക്ഷേ അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ചെയ്യേണ്ടത് ഒരു നിക്ഷേപ സംസ്കാരം അതായിരുന്നു നമുക്കില്ലായിരുന്നു, പ്രവാസികളുടെ ഇടയില്ലാത്തത്. അതിന് ഏറ്റവും വലിയൊരു ഒരു ലാൻഡ്മാർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് ഈ പ്രവാസി ചിട്ടി. മഹാദേവന് കൊടുത്തിട്ട് ഈ റിക്രൂട്ട്മെന്റ് മേഖലയെക്കുറിച്ച് പരാമർശിക്കുന്നതിനോട് കർശനമായ നിയമങ്ങളുണ്ട്, വരുന്നവർക്ക് മാർഗനിർദ്ദേശങ്ങളുണ്ട്. സത്യത്തിൽ ഈ മാർഗനിർദ്ദേശങ്ങൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാരിൽ ഇത് എത്തുന്നില്ല. സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീ വിളിക്കുകയാണ്. ആ സ്ത്രീ ഇവിടെ ഒരു ജോലിക്ക് വന്നു. അവർക്ക് അവിടെ ജോലിക്ക് വന്ന വീട്ടിൽ അവർക്ക് ബുദ്ധിമുട്ടുള്ള സാഹചര്യം ഉണ്ടായി. ഇവർക്ക് ഒന്നും വേണ്ട, ഇവിടുത്തെ കോൺസുലേറ്റിലേക്ക് ഒരു ടോൾ ഫ്രീ നമ്പർ വിളിക്കാനുള്ള നമ്പറുണ്ട്, അവരുടെ ഈ മൊബൈലുണ്ട്. പക്ഷേ അവർക്കത് അറിയില്ല.
അവർക്കറിയില്ല ഇത് ഇവിടേക്ക് വിളിച്ചാൽ എനിക്കൊരു സഹായം കിട്ടാനുള്ള സംവിധാനം, സർക്കാരിൻ്റെ സംരക്ഷണം, സർക്കാരിൻ്റെ കൈകൾ ഇവിടെയുണ്ട് എന്ന് അവർക്ക് തോന്നുന്നില്ല, അവർക്കത് അറിയില്ല. നമ്മൾ ചെയ്യേണ്ടത്, ഗവൺമെൻറ് അത് നിർദ്ദേശം ഞാൻ ഈ ലോ കേരള സഭയിൽ ഞാൻ എഴുതി ആ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങോട്ട് വരുന്നവർക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ അവർക്ക് ആരെയാണ് ഇവിടെ ബന്ധപ്പെടേണ്ടത്, UAE-യിലേക്ക് വന്ന UAE കോൺസുലേറ്റിൽ നിങ്ങൾക്ക് തൊഴിലുമായി ബന്ധപ്പെട്ട് അവരുടെ സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വന്നാൽ അവർക്ക് ഇവിടെ ബന്ധപ്പെടേണ്ടവരുടെ നമ്പർ ഒന്ന് കൊടുത്തു വിടേണ്ട സാഹചര്യവും അവയർനെസ് ഉണ്ടാക്കണം. നോർക്ക മുൻകൈ എടുത്തുകൊണ്ട് ഹൗസ് മെയ്ഡ്സ് 124 പേര് കഴിഞ്ഞ വർഷം നോർക്ക ഇതേപോലെ അവർക്ക് റിക്രൂട്ട്മെന്റ് ഓപ്പർച്യൂണിറ്റി, അവർക്ക് ജോലി സാധ്യത പുറത്തുണ്ടാക്കി കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ ഇവർക്കൊക്കെ ഒരു 2 ആഴ്ച നിന്നൊരു ട്രെയിനിങ് കോഴ്സ് കൊടുത്തു. ഇവരെന്താണ് ചെയ്യേണ്ടത്, ചെയ്യാൻ പാടില്ലാത്തത്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരെയാണ് കാണേണ്ടതെന്ന്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാൻ സാധ്യതയുള്ളൊരു വിഭാഗമാണല്ലോ അത്. ഇത് കുറേയും കൂടി വ്യാപകമായിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷെ അതിൻ്റെ തുടക്കമുണ്ടായിട്ടുണ്ട്. റിക്രൂട്ട്മെന്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ UDF ഗവൺമെന്റ് നിലവിലുള്ള സമയത്ത് തന്നെ ഒഡാപെക് ത്രൂ ഒരുപാട് നഴ്സുമാരൊക്കെ ഈ ഗൾഫ് നാടുകൾക്ക് അയച്ചിട്ടുണ്ട്. അന്നൊന്നും ഒരു പിന്നെ അവിടെ ഒരു സാമ്പത്തിക ക്രമക്കേടൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇപ്പം ഗവൺമെന്റ് അത് നോർക്കെ മുൻകൈ എടുത്ത് ചെയ്യുന്നത് നല്ലതാണ്. അതിലൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പം ഡിഗ്രി ഉള്ള ആളുകൾ, ഇപ്പം വലിയ തലത്തിൽ ഗ്രാജുവേറ്റ് MA BCom ഒക്കെ ഉള്ള ആളുകൾ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ അവർക്ക് കഴിയൂല. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നന്നായിട്ട് അറിയാം, ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനൊക്കെ അറിയാം. പക്ഷേ ഇൻ്റർവ്യൂവിൽ അവർ പരാജയപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം നാട്ടിൽ നിന്ന് തന്നെ നോർക്കെ ത്രൂ അതിനൊരു പ്രത്യേക ട്രെയിനിങ് കൊടുത്തുകൊണ്ടുള്ള ആ ബേസിലൊക്കെ ആകുമ്പോൾ കുറേയും കൂടി നല്ലതാണ്. ഇപ്പോൾ പറഞ്ഞു എയർപോർട്ടിൽ വെച്ച് ഒരു അവയർനെസ് പ്രോഗ്രാം കൊടുക്കാന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ വിദേശത്ത് വരുന്നതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് പാസ്പോർട്ട് എടുക്കലാണ്. സോ ആ പാസ്പോർട്ട് എടുക്കുന്ന ഓഫീസിലോ ആ ബന്ധപ്പെട്ട ആ സമയത്ത് തന്നെ ഒരു അവയർനെസ് പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. അതിലുള്ള ഒരു ചെറിയ കുഴപ്പം, പാസ്പോർട്ട് എടുക്കുമ്പോൾ പൊതുവിൽ ഒരാൾ ഏത് രാജ്യത്തേക്ക് പോകണം എന്ന് തീരുമാനിച്ചിട്ടല്ല അവർ പാസ്പോർട്ട് എടുക്കുന്നത്. അവർ എയർപോർട്ടിൽ വരുമ്പോൾ മാത്രമാണ് അവർ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇവർ ഏത് രാജ്യത്തേക്കാണ് പോകുന്നത്. ഓരോ രാജ്യത്തും നിയമങ്ങൾക്ക് വ്യത്യസ്തതയുണ്ട്. ഇവിടെ വരുന്ന ആളല്ല സൗദിയിലേക്ക് പോകുമ്പോൾ സൗദിയെ ബന്ധപ്പെടേണ്ട നമ്പരും ബന്ധപ്പെടേണ്ട ആൾക്കാരും വ്യത്യസ്തമാണ്. അതല്ല UAE-യിലേക്ക് വരുമ്പോൾ. അപ്പോൾ നമുക്ക് ഈ നമ്മളിപ്പോൾ നോർക്കൊക്കെ ഈ ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ കൊടുക്കുന്ന അതൊക്കെ ടൈം കൺസ്യൂമർ. ഇത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്നവർക്ക് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ബന്ധപ്പെടാൻ, നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ബന്ധപ്പെടാൻ അവിടെ ഈ കൈകളുണ്ട്, സർക്കാരിന്റെ ഈ കൈകളുണ്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നോർക്കയുടെ മുൻകൈ എടുത്തുകൊണ്ട് ഇവിടെയുള്ള എല്ലാ അംഗീകൃതമായിട്ടുള്ള അസോസിയേഷൻ, ഇന്ത്യൻ അസോസിയേഷൻ ഷാർജ അല്ലെങ്കിൽ ഇന്ത്യൻ സ്പോർട്സ് ക്ലബ്, ഇവരിൽ കൂടി ഒരു ഇതേപോലെയുള്ള ഒരു ഗ്രീവൻസ് റീഡ്രസൽ ഒരു സെൻറ്റർ, അതായത് വന്നു കഴിഞ്ഞ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവയർനെസ് ഉണ്ടാക്കുകയും നോർക്കയുടെ ആരെങ്കിലും അവിടെ നിന്നുകൊണ്ട് തന്നെ ചെയ്തുകൂടെ, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു കോർഡിനേഷൻ നടത്തുകയാണെങ്കിൽ ഈ പല പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. പ്രത്യേകിച്ച് കോൺസുലേറ്റിലെ ഒരുപാട് കാര്യങ്ങൾ ആക്സസ് കിട്ടാൻ ഇതൊക്കെ വേണമെങ്കിൽ നോർക്കയ്ക്ക് വേണമെങ്കിൽ ഇൻ്റർവ്യൂ ചെയ്യാൻ വെക്കും. ഇത് മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് ഇപ്പം നമ്മളിവിടെ കോൺസുലേറ്റിലേക്ക് വിളിക്കാൻ തന്നെ പലർക്കും മടിയായിരിക്കും. കാരണം ഭാഷ, കോൺസുലേറ്റിൽ ആരാ എടുക്കുക എന്നറിയില്ല. എംബസിയിലാണെങ്കിൽ മലയാളികൾ, പ്രത്യേകിച്ച് നമ്മളുടെ ഇതേമാതിരിയുള്ള ഒരു ലോവർ ഇൻകം കാറ്റഗറിയിലുള്ള വർക്കേഴ്സിനുമൊക്കെ. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയ സഹായമാണ് ഈ ഒരു നോർക്കയുടെ ഈ ഒരു കോൾ സെൻറ്റർ, 24 hours കോൾ സെൻറ്റർ. അത് പ്രാവർത്തികമായാൽ ഇപ്പോൾ ഇനീഷ്യലായിട്ടുള്ള ചില ഹിക്കപ്പൊക്കെ ഉണ്ട്, ഇവിടെ ഒരു സുഹൃത്ത് പറഞ്ഞതുപോലെയുള്ള. പക്ഷേ ദാറ്റ് വിൽ ബി ദ അൾട്ടിമേറ്റ് സൊല്യൂഷൻ ഫോർ മെനി ഓഫ് അവർ പ്രോബ്ലംസ്. 24/7 അത് വന്നു കഴിഞ്ഞാൽ എന്ത് പ്രശ്നമുണ്ടായാലും ഈ ഒരു നമ്പർ മാത്രം ഓർത്താൽ മതി എന്നുള്ള ഒരു സ്ഥിതി വന്ന് അത് വരുമ്പോഴൊക്കെ തന്നെ എയർപോർട്ടിലൊക്കെ വലുതാക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നമ്പർ മാത്രം ഓർത്താൽ മതി. കടൽ കടന്നും കരുതൽ എന്ന പരിപാടിയുടെ ആദ്യ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വിവിധ മേഖലയിലുള്ള വിദഗ്ധരും ആസൂത്രണ ബോധമുള്ള പ്രഗത്ഭ വ്യക്തിത്വങ്ങളും പല അഭിപ്രായങ്ങളും സ്വരൂപിക്കുകയുണ്ടായി. മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളുടെ വലിയ പട്ടിക തന്നെ ഭൂരിപക്ഷം ആളുകളും അനുമോദിക്കുകയുണ്ടായി. അതോടൊപ്പം ക്രിയാത്മകമായ പല നിർദ്ദേശങ്ങളും സമർപ്പിച്ചിട്ടുണ്ട്.
ഇക്കാര്യം ഞങ്ങൾ ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നതാണ്. ഏതായാലും ഈ ചർച്ച വളരെ ക്രിയാത്മകമായി മുന്നോട്ട് പോയതിൽ വളരെ സന്തോഷമുണ്ട്.